ഒരാൾ 50 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. 1 മിനിറ്റിൽ അയാൾ 5 മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും 2 മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു. എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും? ഇവിടെ ഒരാൾ 50 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ തൂണിൻ്റെ ഉയരം 50 മീറ്റർ. 1 മിനിറ്റിൽ അയാൾ 5 മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും 2 മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു. അങ്ങനെയെങ്കിൽ അയാൾ എത്രാമത്തെ മിനിറ്റിൽ തൂണിൻ്റെ മുകളിലെത്തുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ മിനിറ്റിൽ അയാൾ 5 മീറ്റർ മുകളിലേക്ക് കയറും. പക്ഷേ 2 മീറ്റർ താഴോട്ട് ഇറങ്ങുന്നതുകൊണ്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ 3 മീറ്റർ ഉയരത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ മിനിറ്റിലോ ഈ 3ൻ്റെ കൂടെ വീണ്ടും 5 മീറ്റർ കൂടെ കയറും. അതായത് 8 മീറ്റർ ഉയരം വരെ എത്തും. പക്ഷേ 2 മീറ്റർ താഴോട്ട് ഇറങ്ങും. അപ്പോൾ 6 മീറ്റർ ഉയരത്തിലായിരിക്കും 2 മീറ്റർ കഴിയുമ്പോൾ ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ മിനിറ്റിലോ 6ൻ്റെ കൂടെ വീണ്ടും 5 മീറ്റർ കൂടെ കയറും. അതായത് 11 മീറ്റർ ഉയരം വരെ എത്തും. അവിടുന്ന് 2 മീറ്റർ താഴോട്ടിറങ്ങും. അപ്പോൾ 9 മീറ്റർ ഉയരത്തിലെത്തും. അതായത് ഓരോ മിനിറ്റിലും അയാൾ 3 മീറ്റർ വീതം ഉയരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ മിനിറ്റിലും 3 മീറ്റർ വീതം. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് ആകുമ്പോഴോ 15 മിനിറ്റിൽ അയാൾ 15 ഗുണം 3 45 മീറ്റർ ഉയരം വരെ എത്തിയിട്ടുണ്ടാവും. 15-ാം മിനിറ്റിൽ 45 മീറ്റർ ഉയരത്തിലെത്തിയിട്ടുണ്ടാവും. ഇനി 16-ാം മിനിറ്റിലോ ഈ 45ൻ്റെ കൂടെ വീണ്ടും 5 മീറ്റർ കൂടെ, അതായത് 50 മീറ്റർ ഉയരം വരെ അയാൾ എത്തും. അപ്പോൾ 50 മീറ്ററാണ് നമ്മുടെ തൂണിൻ്റെ ഉയരം. അതുകൊണ്ട് 50 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ അയാൾ തൂണിൻ്റെ മുകളിലെത്തി. ഇനി ഇവിടുന്ന് താഴോട്ട് വരുന്നോ എന്നുള്ളത് പ്രശ്നമല്ല. അപ്പോൾ 50 മീറ്റർ ഉയരത്തിലെത്താൻ അയാൾക്ക് വേണ്ട സമയം 16 മിനിറ്റാണ്. അതായത് തൂണിൻ്റെ മുകളിലെത്താൻ അയാൾക്ക് വേണ്ട സമയം 16 മിനിറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 16 മിനിറ്റ്.